ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമുക്ക് വർക്കിനായിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞാൽ ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ലീക്ക്, വാട്ടർ സർവീസ്, റിയർ സൗണ്ട്, അതായത് ഓൾറൗണ്ട് ഗാർഡ് കിടന്ന് പടയ്ക്കുന്ന പോലത്തെ ഒരു ലൂസായിട്ട് സൗണ്ട് ഉണ്ട്, അത് ഒന്ന് റെഡിയാക്കണം. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാൻ. വീൽ ബെയറിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്സ് നമുക്ക് ഈ ഒരു തവണ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചാണ്, അതിന് ശേഷം ബാക്കും കൂടി അഴിക്കും, അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് നമ്മൾ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചേക്കണമാണ്. ക്ലച്ച് ഗ്രീസിങ് കൂട്ടത്തിൽ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ബെൻഡെക്സ്, ഇതൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് നമുക്ക് കിടക്കുന്നത്. ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നോർമൽ രീതിയിൽ നമുക്ക് സാധാരണ കംപ്ലയിൻറ്റ് കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ കമ്പനി ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഓടിക്കാം. അടുത്ത സർവീസിലൊക്കെ നമുക്ക് ഇതേപോലെ നമ്മൾ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. കൂടുതലായിട്ട് പൊട്ടൽ തോന്നുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മാറ്റി കളയാം. സർവീസിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 മാസമാണ്. 4 മാസം അല്ലെങ്കിൽ കിലോമീറ്റർ അടിസ്ഥാനത്തിലാണെങ്കിൽ 3000 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി. കൂടുതൽ പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്കത് മാറ്റിക്കളയാം. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് നമ്മൾ ചെക്ക് ചെയ്തു. വേരിയേറ്റർ ബോഡി വലിയ പഴക്കമില്ല, ഇടയ്ക്കപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. തേയ്മാനം കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനമുള്ളൂ. അതേപോലെ തന്നെ ബെൻഡെക്സ് ഒക്കെ ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് വെച്ചാൽ ക്ലച്ച് യൂണിറ്റും കൂട്ടത്തിൽ കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയിക്കണം. ഈ സൈഡ് ലീക്കേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കവർ അഴിച്ചിട്ട് എൻ്റെ ഗ്യാസ്കറ്റ് മൗണ്ട് റബ്ബർ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഷോക്കിൻ്റെ ബുഷ്, ഗ്രീൻ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം. നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ടയറിൻ്റെ കണ്ടീഷനായാലും ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വീൽ ബെയറിംഗ് കാര്യങ്ങൾ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്കത് ബാറ്ററിയുടെ ഭാഗം കൂടി ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി നമുക്ക് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.25 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.9 വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ലോഡ് കൊടുക്കുമ്പോൾ ഒരല്പം ഡിമ്മായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒന്ന് കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കേ ഉള്ളൂ. എഞ്ചിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് ഹെഡ് കവർ ഗ്യാസ്കറ്റ്, അതിൻ്റെ മൗണ്ട് റബ്ബർ മാറ്റേണ്ടി വരുന്നുണ്ട്. പിന്നെ ഗ്രീൻ ബുഷ്, എഞ്ചിൻ ഓയിൽ, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ കിട്ടി. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം.